ചില ആളുകൾ പശ്ചാത്താപ വിവശരാകാറുണ്ട്. എനിക്കങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്കങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എനിക്കങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ല, ആ ബന്ധം എനിക്ക് നല്ല രീതിയിൽ നിലനിർത്താമായിരുന്നു, പാസ്റ്റിൽ ഒരു നല്ല വ്യക്തിയായി എനിക്ക് ജീവിക്കാമായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടായത്. ഇങ്ങനെയെല്ലാം പശ്ചാത്താപ വിവശരാകുന്ന ആളുകളുണ്ട്. പിന്നീട് അവർ ചിന്തിക്കും, വരട്ടെ, ഇനി വരുന്ന ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാം, നല്ല രീതിയിൽ സംസാരിക്കാം, നല്ല രീതിയിൽ പെരുമാറാം, തെറ്റ് ചെയ്തവരോട് ക്ഷമ ചോദിക്കാം. ഇങ്ങനെയെല്ലാം മനസ്സിൽ തട്ടി ചിന്തിക്കുന്ന ആളുകളുണ്ട്. സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിലൊരു തീരുമാനമെടുക്കും. എന്താണെന്നറിയാവോ? ഇനി നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ളത്. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും സങ്കടപ്പെടുത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിക്കും. പശ്ചാത്താപ വിവശരാകും. എപ്പോഴും ദൈവം പറയുന്നുണ്ട്, എന്ത് തെറ്റ് ചെയ്താലും, എന്തൊക്കെ ആരോട് പെരുമാറിയാലും ഒരു ക്ഷമ ചോദിക്കൽ. ആ ക്ഷമ ചോദിക്കലിലൂടെ എല്ലാം അവസാനിച്ചു എന്നുള്ളത്. പക്ഷേ ഈ ക്ഷമ ചോദിക്കുന്നത് മനസ്സിൽ തട്ടിയായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പശ്ചാത്താപ വിവശരായത്? നമ്മളങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, പ്രവർത്തിക്കേണ്ടിയിരുന്നില്ല. ഈ ചിന്തകളെല്ലാം എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്? ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നും കുറേയധികം സമ്പാദിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, സുഖമായിട്ടുറങ്ങി, സുഖലോലുപരായി മുന്നോട്ട് നീങ്ങി. പക്ഷെ അവിടെ ദൈവത്തെ അറിയുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ക്രൂവൽ മെൻറ്റാലിറ്റി വരാനുള്ള കാരണം. ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പശ്ചാത്താപം, റിപ്പൻറ്റൻസ് എന്നുള്ളത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. പശ്ചാത്തപിച്ചാൽ മതി, ക്ഷമ ചോദിക്കണമെന്ന് പോലുമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മസമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് പശ്ചാത്താപം, രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പശ്ചാത്തപിക്കുക, നന്ദി രേഖപ്പെടുത്തുക ദൈവത്തിന്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമ ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ് പശ്ചാത്താപം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് കിട്ടിയാലും അതൊരു ചെറിയ വസ്തുവാവാം, എന്നാൽ പോലും ദൈവത്തോട് നന്ദി പറയുന്നത് ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഒരു ഈശ്വര വിശ്വാസമുള്ളൊരു വ്യക്തിക്ക്, ദൈവത്തെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. അവൻ തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. പശ്ചാത്താപ വിവശനായി ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഗതി അവന് വരില്ല, അവൻ നല്ലവണ്ണം ജീവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എപ്പോഴും നിങ്ങൾക്ക് ഈ വഴിക്ക് സഞ്ചരിക്കുണ്ടായിരുന്നല്ലോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ, ഇങ്ങനെ പ്രവർത്തിക്കണ്ടായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നത് എപ്പോഴാണ്? ദൈവസാമീപ്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് നിങ്ങൾ പശ്ചാത്താപ വിവശരാകുന്നത്. എപ്പോഴും എന്ത് ചെയ്താലും പശ്ചാത്തപിക്കുക, ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.